പ്രിയ പ്രേക്ഷകരെ, നമ്മുടെ രാജ്യത്തെ സെൻസസ് പ്രക്രിയ നേരത്തെ തന്നെ ആരംഭിച്ചതാണ്. ജനസംഖ്യാ കണക്കെടുപ്പ്, ആ ജനസംഖ്യാ കണക്കെടുപ്പിനോട് ഒപ്പം തന്നെയാണ് ജീവിത നിലവാരം, സാമൂഹിക അവസ്ഥ, ഇത്തരം കാര്യങ്ങൾ കൂടി പരിശോധിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഒരു സെൽഫ് എന്യൂമറേഷൻ അതിനുള്ള അവസരം നൽകിയിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം സെൽഫ് എന്യൂമറേഷനുള്ള സമയം പൂർത്തിയാകുമ്പോൾ അത് ഫലം കണ്ടിട്ടില്ല എന്നതാണ് എടുത്തു പറയേണ്ടത്. പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നടക്കം 1-2 ജില്ലകളിൽ മാത്രമാണ് ലക്ഷത്തിന് മുകളിലേക്ക് ആളുകൾ ഈ സെൽഫ് എന്യൂമറേഷനിലൂടെ അപേക്ഷകൾ പൂരിപ്പിച്ചത് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കഴിഞ്ഞ ദിവസം തന്നെ ഈ ഡേറ്റ ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവച്ചിരുന്നു. ന്യൂസ് ടെൻസ് തന്നെ അത് പങ്കുവച്ചതാണ്. കൂടുതൽ വിശദാംശങ്ങൾക്ക് ഞങ്ങളുടെ യൂട്യൂബിൽ പരിശോധിച്ചാൽ ലഭ്യമാവുകയും ചെയ്യും. ഇനി നമ്മൾ അതിൻ്റെ ഒരു തുടർച്ചയിലേക്ക് പോകുമ്പോൾ, നിലവിൽ ഈ എന്യൂമറേഷൻ ഫോം ഫിൽ ചെയ്യുന്നത് വിജയിക്കാത്ത ഒരു പശ്ചാത്തലമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഭവന സെൻസസ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. ആ ഭവന സെൻസസ് ആരംഭിക്കുമ്പോൾ അതിൽ പങ്കാളികളാകുന്ന ഉദ്യോഗസ്ഥർക്ക് ജോലിഭാരം കൂടും എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതല്ലായിരുന്നുവെങ്കിൽ ഇതിനോടകം തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ള വിവരങ്ങൾ പെട്ടെന്ന് പരിശോധിച്ച് പൂർത്തീകരിക്കാൻ അവർക്ക് സാധിക്കുമായിരുന്നു. ഇനി ഈ ഭവന സെൻസസിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ, കേരളത്തിൽ ആകെ 59,300 സെൻസസ് ബ്ലോക്കുകൾ ആണ് ഉള്ളത് എന്നതാണ് എടുത്തു പറയേണ്ടത്. അതിൽ തന്നെ ഓരോ ബ്ലോക്കിലും 175 വീടുകൾ ആണ് ഉൾപ്പെടുക. അങ്ങനെയുള്ള ആകെ കെട്ടിടങ്ങളുടെ എണ്ണം പരിശോധിക്കുമ്പോൾ ആണ് അത് 1 കോടിക്ക് മുകളിലേക്ക് എത്തുന്നു എന്നത് ഡേറ്റയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയധികം ഭവനങ്ങൾ അല്ലെങ്കിൽ കെട്ടിടങ്ങൾ ആണ് സന്ദർശിച്ചു പോകേണ്ടത്. ഇതിൻ്റെ ഡേറ്റകൾ ആണ് ഈ സെൻസസിലൂടെ കവർ ചെയ്യപ്പെടേണ്ടത് എന്നതാണ്. ഇനി ഈ ഭവന സെൻസസുമായി ബന്ധപ്പെട്ട് ചുമതലപ്പെട്ടിട്ടുള്ള ആളുകളുടെ പരിശോധനയിലേക്ക് പോകുമ്പോൾ, നിലവിൽ 61,282 എന്യൂമേറ്റർമാരും ഒപ്പം 10,189 സൂപ്പർവൈസർമാരുമാണ് ഈ സെൻസസിന്റെ ഭാഗമാകുന്നത് കേരളത്തിൽ മാത്രം. അതിൽ തന്നെ നിരവധിയായ ആളുകൾ അധ്യാപകരാണ് എന്നത് നമുക്കറിയാം. അവരുടെ അധ്യാപന ജോലിയോടൊപ്പം തന്നെയാണ് ഈ വീടുകൾ കയറി ഡേറ്റകൾ ഉൾപ്പെടെ ശേഖരിക്കേണ്ടത് എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇനി നമ്മൾ മറ്റു വിവരങ്ങളിലേക്ക് പോകുമ്പോൾ, അതായത് ഓരോ വീടുകളിലും എന്യൂമറേറ്റർമാർ എത്തുമ്പോൾ നൽകേണ്ട വിവരങ്ങൾ, അതിൽ പ്രധാനപ്പെട്ടത് കെട്ടിട നമ്പർ, ഒപ്പം നമ്മുടെ വീടിൻ്റെ തറ എങ്ങനെയാണ് നിർമ്മിച്ചിട്ടുള്ളത്, ചുമരുകൾ, മേൽക്കൂര എന്നിവയെല്ലാം തന്നെ ഏത് മെറ്റീരിയലുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് എന്നതിൻ്റെ വിശദാംശങ്ങൾ നൽകണം. വീടിൻ്റെ ഉപയോഗം, അതായത് റെസിഡൻഷ്യൽ ആണോ നോൺ റെസിഡൻഷ്യൽ ആണോ ഈ വീടുകൾ അല്ലെങ്കിൽ കെട്ടിടങ്ങൾ എന്നത് സംബന്ധിച്ച വിശദാംശങ്ങളും നമ്മൾ നൽകേണ്ടതായി വരും എന്നുള്ളതാണ്. ഇനി നമ്മൾ കുടുംബ വിവരങ്ങളിലേക്ക് പോകുമ്പോൾ, കുടുംബാംഗങ്ങളുടെ എണ്ണം, ഓരോ വീടുകളിലും താമസിക്കുന്ന കുടുംബാംഗങ്ങളുടെ എണ്ണം, കുടുംബനാഥൻ്റെ പേര്, ലിംഗഭേദം, ഒപ്പം ജാതി, അതിൽ തന്നെ SC/ST ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അതായത് നമ്മുടെ സാമൂഹിക ഘടനയും അതോടൊപ്പം തന്നെ ജാതി സെൻസസും ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതാണ്. ഒപ്പം വീടിൻ്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച ഇപ്പോഴത്തെ ഒരു സാഹചര്യം, സ്വന്തം പേരിൽ ഉള്ള വീടാണോ വാടകയ്ക്കാണോ താമസിക്കുന്നത്, അത്തരം വിവരങ്ങൾ എല്ലാം തന്നെ പങ്കുവെക്കേണ്ടതുണ്ട്. ഇനി ഓരോ വീട്ടിലും താമസിക്കുന്നവർ, അവർ വാടക വീട്ടിലാണെങ്കിലും അല്ല എങ്കിലും മുറികളുടെ എണ്ണം എത്ര എന്നത് വ്യക്തമാക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ വീട്ടിൽ താമസിക്കുന്ന വിവാഹിതരായ ദമ്പതികളുടെ എണ്ണം കൂടി സൂചിപ്പിക്കേണ്ടതുണ്ട്. ഇവിടെ എടുത്തു പറയേണ്ടത്, കേരളം പോലെയല്ല മറ്റു പല സംസ്ഥാനങ്ങളിലും വളരെ ചുരുങ്ങിയ സ്ഥലത്തിന് ഉള്ളിൽ ആണ് നിരവധിയായ കുടുംബങ്ങളും ദമ്പതികളും ഒക്കെ താമസിക്കുന്നത് എന്നതാണ്. ആ സാമൂഹിക അവസ്ഥ കൂടി അറിയുന്നതിനാണ് ഇങ്ങനെയൊരു ചോദ്യത്തിലേക്ക് പോകുന്നത്. മറ്റൊന്ന്, കുടിവെള്ള സ്രോതസ് എങ്ങനെയാണ്, പൈപ്പ് ലൈനാണോ കിണറാണോ മറ്റുള്ളവരുടെ കിണറുകൾ ആശ്രയിക്കുകയാണോ, അത്തരം കാര്യങ്ങൾ ആണ്. ഈ കുടിവെള്ള സ്രോതസ്സിൻ്റെ ഉറവിടം വ്യക്തമാക്കേണ്ടതുണ്ട്. ഒപ്പം വെളിച്ചത്തിൻ്റെ പ്രധാന ഉറവിടം, അതായത് നമുക്കറിയാം ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ സോളാർ പ്ലാന്റുകൾ ഉൾപ്പെടെ സ്ഥാപിച്ചിട്ടുള്ള സാഹചര്യമുണ്ട്. ഇപ്പോൾ ഈ വൈദ്യുത വിളക്കുകൾ എത്താത്ത പ്രദേശങ്ങൾ വളരെ കുറവാണ് എന്ന് നമുക്കറിയാം. അതോടൊപ്പം തന്നെയാണ് ശൗചാലയത്തിൻ്റെ ലഭ്യത, അവിടെയും ഈ ശൗചാലയത്തിൻ്റെ തരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദീകരിക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട പല ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളൊക്കെ ഒരു പക്ഷേ മലയാളികൾക്ക് കൗതുകകരമാകാം. കാരണം ഈ ശൗചാലയം കോമൺ ആയി നിരവധി കുടുംബങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ, പുറത്തു നിന്നുള്ളവരൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ എന്നതൊക്കെ നമുക്ക് കൗതുകമുണ്ടാക്കുമെങ്കിലും ഉത്തരേന്ത്യയിലെ പലയിടങ്ങളിലും അത്തരത്തിൽ ശൗചാലയങ്ങൾ പലരും യൂസ് ചെയ്യുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇനി മലിനജല നിർഗമന മാർഗം, അതായത് നമ്മൾ മാലിന്യജലം അല്ലെങ്കിൽ മലിനജലം എങ്ങനെയാണ് ഉപേക്ഷിക്കുന്നത്, അതിന് എന്ത് സംവിധാനമാണ്, എന്ത് കമ്പോസ്റ്റിംഗ് സംവിധാനമാണ് ഉള്ളത്, കുളിമുറികളുടെ സൗകര്യങ്ങൾ, അടുക്കളയുടെ സൗകര്യം, അതിൽ LPG ആണോ PNG അങ്ങനെയുള്ള കണക്ഷനുകൾ ഉപയോഗിക്കുന്നുണ്ടോ, ഇനി
ഇനിയിപ്പോൾ LPG അല്ല എങ്കിൽ മറ്റിന്ധനം എന്താണ്? നമ്മുടെ നാട്ടിലൊക്കെ വിറക് ഉപയോഗിക്കുന്നുവെങ്കിൽ മറ്റിടങ്ങളിലൊക്കെ ചാണകവരളിയും മറ്റുമൊക്കെ ഉപയോഗിക്കുന്ന സാഹചര്യമുണ്ട്. ഈ കാർഷിക ഉൽപ്പന്നങ്ങളുടെ അവശിഷ്ടങ്ങൾ കത്തിക്കുന്ന സാഹചര്യമുണ്ട്. അങ്ങനെയുള്ള ഇന്ധനം എന്താണ് നമ്മുടെ അടുക്കളകളിൽ ഉപയോഗിക്കുന്നത്? ഒപ്പം ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ധാന്യം എന്ത്? കേരളത്തിലേക്ക് വരുമ്പോൾ അത് അരിയാണ് എന്നറിയാം. മറ്റു പലയിടങ്ങളിലും അത് ഗോതമ്പ്, മറ്റു ധാന്യങ്ങൾ ഉൾപ്പെടെ ഉപയോഗിക്കുന്നുണ്ട്. നമ്മളുടെ മൊബൈൽ നമ്പർ നൽകേണ്ടതുണ്ട്. അത് പ്രധാനമായും ഈ ഡേറ്റകളുടെ ഇൻപുട്ടുകൾ അത് കൃത്യമായി നൽകുന്നതിന് വേണ്ടിയാണ് മൊബൈൽ നമ്പർ നൽകുന്നത് എന്നതാണ്. അതേസമയം തന്നെ നമ്മുടെ ആസ്തികൾ എന്ന് പറയുമ്പോൾ ആരും തെറ്റിദ്ധരിക്കേണ്ട. നമ്മുടെ ബാങ്ക് അക്കൗണ്ടോ നമ്മുടെ പേരിലുള്ള വസ്തുവകകളോ ഒന്നുമല്ല, മറിച്ച് അടിസ്ഥാനപരമായ ആസ്തികൾ നമുക്കുണ്ടോ? പ്രത്യേകിച്ച് റേഡിയോ, ട്രാൻസിസ്റ്റർ, ടെലിവിഷൻ, ഇന്റർനെറ്റ് ലഭ്യതയുണ്ടോ? വീട്ടിൽ കമ്പ്യൂട്ടറോ ലാപ്ടോപ്പോ ഉണ്ടോ? മൊബൈൽ ഫോണോ ടെലിഫോണോ ഉണ്ടോ? 2 വീലറോ 4 വീലറോ ഉണ്ടോ? ഇതെല്ലാം നമ്മുടെ ഒരു സാമൂഹികമായ ജീവിത നിലവാരം എത്ര എന്നത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. ഒപ്പം എടുത്തു പറയേണ്ടത് ഈ സെൻസസിൽ എല്ലാവരും പങ്കാളികളാകണം. കാരണം അത് ഒരു രാജ്യത്തിന്റെ പുരോഗതി നിശ്ചയിക്കുന്നതിൽ നിർണായകമാണ്. നമ്മുടെ ഭരണകൂടങ്ങൾക്ക് ഏത് തരത്തിലുള്ള അടിസ്ഥാന വികസനമാണ് ഒരു ജനതയ്ക്ക് ആവശ്യമെന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മനസ്സിലാക്കാൻ സാധിക്കുക. അതുകൊണ്ട് എല്ലാ വിവരങ്ങളും കൃത്യതയോടെ വ്യക്തതയോടെ നൽകുക. ഈ വിവരങ്ങൾ ഒരു കാരണവശാലും ചോർന്നു പോകുന്നവയല്ല. വിവരാവകാശ നിയമപ്രകാരം പോലും അന്വേഷിച്ചാൽ പോലും ഈ വിവരങ്ങൾ സർക്കാർ സോഴ്സിൽ നിന്ന് മറ്റാർക്കും ലഭിക്കില്ല. ഒപ്പം എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ടോൾ ഫ്രീ നമ്പറുണ്ട്, 1855 എന്നതാണ് ആ ടോൾ ഫ്രീ നമ്പർ. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തെ പൗരൻ എന്ന നിലയിൽ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമായി ഇതിനെ കണ്ടുകൊണ്ട് സെൻസസിൽ എല്ലാവരും ഭാഗമാവുക. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.